പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിലെ ഒരു വാർത്തയെയാണ് വിശകലനം ചെയ്യുന്നത്. വാർത്തയുടെ തലക്കെട്ട് ഇതാണ്. ഇന്നത്തെ ദേശാഭിമാനി അഥവാ ഡിസംബർ 9 ചൊവ്വയിലെ ദേശാഭിമാനി ദിനപത്രത്തിൽ ജമാഅത്തെ വെളുപ്പിക്കാൻ വ്യാജ പ്രചരണം എന്ന തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ ആകസാരം ഇതാണ്: ജമാഅത്തെ ഇസ്ലാമിയും UDF തമ്മിലുണ്ട് എന്ന് CPIM ആരോപിക്കുന്ന ബന്ധത്തോട് പ്രതികരിച്ചുകൊണ്ട് UDF നേതാക്കൾ CPIM-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ മുൻകാലങ്ങളിൽ രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നുവെന്നും അത് CPIM നേതാക്കളും അവരുടെ പത്രമാധ്യമങ്ങളും തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണെന്നും അതിവിടെ പബ്ലിക് ഡൊമൈനിലുണ്ട് എന്നും പറഞ്ഞതിനോട് പ്രതികരിക്കുന്നതാണ് ഈ വാർത്ത. അതിൽ 1996 ഏപ്രിൽ 22 തിങ്കളാഴ്ച ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗം UDF നേതാക്കൾ മാത്രമല്ല, ഈ കാര്യം കേരളത്തിലെ ദൃശ്യ മാധ്യമ പ്രവർത്തകർ, ആങ്കർമാർ ഒക്കെ ധാരാളമായിട്ട് CPIM നേതാക്കളോട്, ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അവരുടെ പ്രതിനിധികളോട് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തെ ഉയർത്തി കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ CPIM ശ്രമിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ എഡിറ്റോറിയൽ കാര്യം UDF നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ വീണ്ടും ഉന്നയിച്ചിരുന്നു. അതിനോടുള്ള പ്രതികരണമായിട്ടാണ് CPIM ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. വാർത്തയുടെ ഉള്ളടക്കം ഇതാണ്: ഈ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നല്ല വാക്കു പറഞ്ഞു എന്നത് ഒന്നാമതായി സി ദാവൂദിൻ്റെ ഒരു വ്യാജ വാർത്താ നിർമ്മാണമാണ് എന്നതാണ്. 2, അത് കോൺഗ്രസും മുസ്ലിം ലീഗും VD സതീശനും പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ വസ്തുതകളൊന്നും പരിശോധിക്കാതെ സി ദാവൂദ് പടച്ചുവിട്ട ഒരു വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചും UDF മൊത്തത്തിലും ചെയ്തിട്ടുള്ളത് എന്നതാണ് വാർത്തയുടെ ആകസാരം. എന്നിട്ട് ആ എഡിറ്റോറിയൽ അവർ 96 ഏപ്രിൽ 22 എഡിറ്റോറിയൽ അവർ ഉദ്ധരിക്കുന്നു. ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ അവർ ഉദ്ധരിക്കുന്നുണ്ട്. എഡിറ്റോറിയലിൽ ഉദ്ധരിച്ച ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കാതെ അത്രയും ഭാഗം അവർ ഉദ്ധരിച്ചു. എന്നിട്ട് ദേശാഭിമാനി വാർത്ത ചോദിക്കുന്നത്, ഇതിലെവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ള പൂശുന്നത്, അത്തരം ഒരു കണ്ടന്റ് ഉള്ളത് എന്നാണ്. പക്ഷേ ഇതിലെ കാര്യം സ്വന്തം എഡിറ്റോറിയൽ മുഴുവനായി കൊടുക്കാതെ അത് ഖണ്ഡിച്ച് ഭാഗികമായി മാത്രം കൊടുത്തിട്ട് ഇതിലെവിടെയാണ് അക്കാര്യമുള്ളത് എന്ന് ചോദിക്കുകയാണ് ദേശാഭിമാനി ചെയ്യുന്നത്. അവർ ആ എഡിറ്റോറിയലിൻ്റെ അവർ കൊടുക്കാത്ത ഭാഗം, ആ എഡിറ്റോറിയലിൻ്റെ അവസാന ഭാഗത്ത് ഉള്ളതും എന്നാൽ ദേശാഭിമാനി എഡിറ്റോറിയൽ എന്ന രീതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നതിൽ ഉൾപ്പെടുത്താത്തതുമായ ഭാഗം ഞാൻ വായിക്കാം. ഭരണാധികാരത്തിൻ്റെ മാധുര്യം നൊട്ടി നുണഞ്ഞുകൊണ്ട്, സ്വന്തം ബഹുജന താൽപ്പര്യം മറന്നുകൊണ്ട് ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ശക്തികൾക്കെതിരെ മുസ്ലിം ലീഗും അവരുടെ കയ്യാളായ PDP-യും നടത്തിവരുന്ന പ്രചാരണങ്ങളുടെ കുന്തമുന ഒടിച്ചു കളയുന്നതായി ജമാഅത്തിന്റെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചു വേറിട്ട് നിന്നതുകൊണ്ട് സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാനാവില്ലെന്നും രാജ്യത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്കൊപ്പം അണിനിരന്നുകൊണ്ടേ സ്വന്തം ഉത്തമ താൽപ്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാനൊക്കുകയുള്ളൂ എന്നും ശരിയാം വിധം മനസ്സിലാക്കിക്കൊണ്ടുള്ളതു തന്നെയായി ആ തീരുമാനം. മേൽ വിവരിച്ച 2 തീരുമാനങ്ങളും, അതിലെ ഒന്നാമത്തെ തീരുമാനം CBCI കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ യുടെ തീരുമാനമാണ്. ആ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് 2 തീരുമാനങ്ങൾ എന്നാണ്. ആ 2 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ CBCI-യുടെ തീരുമാനവും മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ തീരുമാനവും. ആ 2 തീരുമാനങ്ങളെ കുറിച്ചും പറയാണ്. മേൽ വിവരിച്ച 2 തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യാപകവുമാക്കി തീർക്കുകയാണ്. ഈ ഭാഗം അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്നിട്ട് ബാക്കി ഭാഗം പ്രസിദ്ധീകരിക്കുന്നു.
എന്നിട്ട് ഇതിലെവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ എൻഡോസ് ചെയ്യുന്ന കാര്യമുള്ളത്? ഇതൊക്കെ സീതാവൂത് പടച്ചുവിട്ടതും എന്നിട്ട് മുൻപിൻ നോക്കാതെ വി.ഡി. സതീശനും UDF-ഉം അല്ലെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഏറ്റുപിടിക്കുന്നതാണ് എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ഇന്ന് ദേശാഭിമാനി ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരുടെ ടെക്സ്റ്റുകളെ മുറിച്ചുദ്ധരിക്കുക എന്നത് പലപ്പോഴും സംവാദങ്ങളിൽ കണ്ടുവരാറുണ്ട്. എതിരാളിയുടെ എന്തെങ്കിലും പ്രമാണങ്ങളെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുറിച്ചുദ്ധരിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം ടെക്സ്റ്റ് തന്നെ മുറിച്ചുദ്ധരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പൊതുവെ കണ്ടുവരാറില്ല. ആ അടവാണ് ദേശാഭിമാനി ഇന്ന് എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്കറിയാം. കേരളത്തിൽ 2 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. ദേശാഭിമാനി ഈ വാർത്ത നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചത് ആയിരിക്കും. കാരണം ഇത് തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലകളിൽ ഈ ദിവസം എത്തിക്കുകയും അതിന് മറുപടി പറയാൻ മറ്റുള്ളവർക്ക് അവസരം ലഭിക്കാതിരിക്കുകയും, ഇനി മറുപടി പറഞ്ഞാൽ തന്നെ അതിനു മുമ്പ് ഇതുപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി പരമാവധി വോട്ടുകൾ ആ മേഖലയിൽ LDF-ന് അനുകൂലമായി നേടിയെടുക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ഇതിലൂടെ അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ് CPIM ദേശാഭിമാനി പറയുന്നത്. സ്വന്തം എഡിറ്റോറിയൽ ഗണ്ണിച്ച് അതിനെ കഷ്ണമാക്കി അതിൻ്റെ ഒരു ഭാഗം വിട്ടുകളഞ്ഞ് എന്നിട്ട് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് പച്ചക്കള്ളം പറയുകയാണ് ദേശാഭിമാനി പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നത്. സ്വന്തം എഡിറ്റോറിയൽ, വേറെ ആരുടെയോ ഒരു പ്രമാണവുമല്ല, സ്വന്തം എഡിറ്റോറിയൽ തന്നെ അതങ്ങനെയല്ല എന്ന് പാർട്ടിയല്ല ദേശാഭിമാനി തന്നെ പറയുകയാണ്. അതിൽ CBCIയെ ഞങ്ങൾ എൻഡോസ് ചെയ്തിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി എൻഡോസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിലൂടെ ആ മേഖലയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ധ്രുവീകരണത്തിൻ്റെ സൂചന വളരെ കൃത്യമാണ്. കേരളത്തിൽ കുറേ കാലമായിട്ട് CPIM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള മത സാമുദായിക ധ്രുവീകരണങ്ങളിലൂടെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, കേരളത്തിലെ ഹിന്ദു മുസ്ലിം സമൂഹത്തിനിടയിൽ പരമാവധി ഡിവൈഡുകൾ ഉണ്ടാക്കുക, മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ പരമാവധി ഡിവൈഡുകൾ ഉണ്ടാക്കുകയും അത് എങ്ങനെയൊക്കെ കത്തിക്കാൻ കഴിയുമോ അതൊക്കെ കത്തിക്കുകയും മൂർച്ഛിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ മൂർച്ഛിപ്പിക്കുകയും മുട്ടനാടുകളെ പരസ്പരം മുട്ടിച്ച് അതിൽ നിന്ന് ചോര ഊറ്റിക്കുടിക്കാൻ ശ്രമിച്ച ചെന്നായിയെപ്പോലെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക. അതുവഴി കേരളത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക് എത്ര അളവിൽ അപകടപ്പെട്ടാലും പ്രശ്നമില്ല, ഒരു 3-ാം ഊഴം കൂടി കേരളത്തിൽ ലഭിക്കണമെന്ന ഏക ഇന അജണ്ടയിൽ നാടിന് തീക്കൊടുത്തുകൊണ്ട് നാട്ടിലുള്ള പല പ്രശ്നങ്ങളെയും കൂടുതൽ കത്തിച്ചു നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം നേടിയെടുക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇത്. ജമാഅത്തെ ഇസ്ലാമി CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചിട്ടുണ്ട് എന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. അത് 1996 ചെയ്തിട്ടുണ്ട്, 2006 ചെയ്തിട്ടുണ്ട്, അതേപോലെ 2011 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തത് മഹാഭൂരിഭാഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കാണ്. ഇതൊക്കെ ഒരുപാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് പ്രവർത്തകർ LDF-മായി ചേർന്ന് മത്സരിച്ചിട്ടുണ്ട്. 2015 അങ്ങനെ മത്സരിച്ചിട്ടുണ്ട്, 2010 ചില സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെയും ചൂണ്ടിക്കാണിച്ചതും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി LDF-നെ പിന്തുണക്കുന്നതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് കുണ്ഠിതം, അവരിവരുടെ പിന്നാലെ നടന്നിട്ട് കിട്ടാതെ പോയതാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയത്, അത് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒക്കെ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ 2 പ്രശ്നങ്ങളാണ് CPIM-നുള്ളത്. ഒന്ന്, നേരത്തെ ഞാൻ സുകാല സൂത്രത്തെക്കുറിച്ച്, കുറുക്കൻ്റെ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നത് പഴയ ഒരു കുറുക്കൻ്റെ കഥയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPIM-ന് 2019 മുതൽ കിട്ടാത്ത മുന്തിരിയാണ്. അതുകൊണ്ട് അതിന് തീവ്രവാദത്തിൻ്റെ രുചിയാണിപ്പോൾ, അതിന് വർഗീയതയുടെ രുചിയാണ്, അതിന് എന്തെല്ലാം അത്തരം അധിക്ഷേപ പദങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം രുചിയാണ് എന്നാണ്
CPIM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഹിന്ദു മുസ്ലിം, മുസ്ലിം ക്രിസ്ത്യൻ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാനുള്ള വളരെ നികൃഷ്ടമായ ശ്രമം ആണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു സംഭവത്തെയും അതിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക എന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് ഒരു കാര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നത് ജീവിതത്തിൽ പൊതുവിലും രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ധാരാളമായി കാണാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി CPIM ബന്ധത്തിന്റെ കാര്യത്തിൽ CPM ചെയ്യുന്നത് വ്യാഖ്യാന കസർത്തുകൾ നടത്തുകയല്ല. ഒന്നുകിൽ അതിനെ വ്യാഖ്യാനിക്കാനുള്ള ബുദ്ധിയും ശേഷിയും ഉള്ളവർ അവരുടെ കൂട്ടത്തിൽ കുറഞ്ഞു പോയതാകാം, അല്ലെങ്കിൽ ഇല്ലാതെ പോയതാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേർക്കുനേരെ നമുക്ക് കള്ളം പറയാം എന്ന സമീപനമാണ് CPIM ഇക്കാര്യത്തിൽ കുറെ കാലമായി സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ കള്ളം പറഞ്ഞ് ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന്. അതിൻ്റെ മറുവശങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും വ്യക്തമാക്കി. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമി ശരിയോ തെറ്റോ, CPIM അതിൻ്റെ നിലപാടുകൾ, അതിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രം ശരിയാണോ തെറ്റാണോ, ഇതൊക്കെ വേറൊരു കാര്യമാണ്. അതിന് CPIM-ഉം ജമാഅത്തെ ഇസ്ലാമിയും ബന്ധമുണ്ടാക്കിയത് തന്നെ ശരിയാണോ തെറ്റാണോ, ഇതൊക്കെ മറ്റൊരു കാര്യമാണ്. അത് CPIM-ന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ ശരി തെറ്റ്, ഇതിനൊക്കെ ഒരുപാട് ചർച്ചകൾക്കും വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ സാധ്യതകൾ ഉണ്ടാകും. പക്ഷെ ഒരു പച്ചക്കള്ളം നിരന്തരം മലയാളികളോട് പറഞ്ഞിട്ട് അവരെ വിശ്വസിപ്പിച്ച് തങ്ങളുടെ കാര്യം നേടിയെടുക്കാം എന്ന് കരുതുന്നതിൽ മലയാളികളുടെ ബുദ്ധി നിലവാരത്തെക്കുറിച്ച്, അവരുടെ ഓർമ്മയെക്കുറിച്ച്, അവരുടെ ധാർമ്മികതയെക്കുറിച്ച്, മലയാളികളുടെ സാംസ്കാരിക നിലവാരത്തെക്കുറിച്ച CPIM-ന്റെ ഒരു വില കുറച്ചു കാണൽ, അണ്ടർ എസ്റ്റിമേഷൻ ഉണ്ട്. ഇവിടെ CPIM യഥാർത്ഥത്തിൽ ആക്രമണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മാത്രമല്ല, പ്രബുദ്ധമായ മലയാളിയുടെ സാംസ്കാരിക ബോധത്തിനെതിരായിട്ട്, പ്രബുദ്ധതക്കെതിരായി നടത്തുന്ന ഒരാക്രമണം കൂടിയാണ് ഇത്. ഇത്രയൊന്നും ഏത് കള്ളം പറഞ്ഞാലും അതൊക്കെ തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കാൻ മാത്രമുള്ള കെൽപ്പേ മലയാളികൾക്കുള്ളൂ എന്ന CPIM-ന്റെ മലയാളികളെ കുറിച്ച ഒരു അണ്ടർ എസ്റ്റിമേഷനാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. വസ്തുതയെ വ്യാഖ്യാനിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒരു പച്ചക്കള്ളം നടന്ന, ആളുകളുടെ കൺമുമ്പിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ധാരണകൾ, സഖ്യങ്ങൾ, നീക്കുപോക്കുകൾ, ഇതൊന്നും ഇവിടെ നടന്നിട്ടേയില്ല എന്ന് പിണറായി വിജയനോ MV ഗോവിന്ദൻ മാഷോ ദേശാഭിമാനിയോ ഒക്കെ പറഞ്ഞാൽ അത് മലയാളികൾ വിശ്വസിച്ചുകൊള്ളും. അത്ര ബോധവും നിലവാരവും ഒക്കെയേ മലയാളിക്കുള്ളൂ എന്ന പ്രബുദ്ധരായ മലയാളികളുടെ പ്രബുദ്ധമായ സാംസ്കാരിക ബോധത്തിനെതിരെ നടത്തുന്ന ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഇത്. നിരന്തരം ഇത്തരം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല, അവരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടില്ല, ഒരുമിച്ച് മുനിസിപ്പൽ ഭരണങ്ങൾ, പഞ്ചായത്ത് ഭരണങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്ന കളവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹമീദ് ചെന്നമംഗല്ലൂർ, പഴയ ചേന്നമംഗല്ലൂർ അഥവാ മുക്കം ഗ്രാമപഞ്ചായത്തിലും പിന്നീട് മുക്കം മുനിസിപ്പാലിറ്റിയിലും അന്നത്തെ ജമാഅത്ത് പ്രവർത്തകരും CPIM-ഉം തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് വലിയ ജമാഅത്ത് വിമർശകനും ഇടത് സഹയാത്രികനുമായ ഹമീദ് ചെന്നമംഗല്ലൂർ പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ വീഡിയോ ഇന്ന് ധാരാളം നമുക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്ത് നിന്നിട്ട് ഇത് കേരളത്തിൽ അറിയുന്ന, ചിന്തിക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. മലയാളികളുടെ ഈ ഒരു ബോധ നിലവാരത്തിനെതിരെ CPIM നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് CPM ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും.